വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫേസ് വാഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാമാർത്തിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ സൺസ്ക്രീൻ, പോൺസിൻ്റെ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. PA+++ ആണ് കേട്ടോ. വലിയ വൈറ്റ് കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നോൺ സ്റ്റിക്കിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഞാൻ കുറേ നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. അങ്ങനെ മുഖത്തും കയ്യിലുമൊക്കെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം വന്നത് കയ്യിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. ഈ ലിപ് ബാമിൻ ഏതാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇത് കുറേ നാളായി ഞാൻ വാങ്ങിയിട്ട് ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി. അങ്ങനെ ലിപ് ബാം ഇട്ടു. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുക്കുന്നുണ്ട്. അതിനകത്തു നിന്നൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇടുന്നത്. കാരണം ബ്രൗൺ ഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഇട്ടെന്ന് പോലും തോന്നത്തില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം കേട്ടോ. അറിയരുത് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പം ചെറുതായിട്ട് വിരൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ രണ്ട് കണ്ണിലും മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിതൊക്കെ ചെയ്തു. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഐഡ്രാമയുടെ ഒരു കാജൽ എടുക്കുന്നുണ്ട്. കാജൽ എടുത്തിട്ട് കണ്ണിന് താഴെയും മുകളിലുമായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിന് മുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, കണ്ണ് തുറന്നു പിടിച്ചിട്ട് ആ ഒരു കൺപീലിയൊക്കെ ഉള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, എന്താ പറയുക, വാട്ടർ ലൈനോ, ആ ഭാഗത്തായിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. പിന്നെ വരയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വരയ്ക്കുക, കണ്ണിനകത്തകം കുത്തരുത്. പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ ഐലൈനർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞി കണ്ണാണെങ്കിൽ ചെറുതായിട്ട് എഴുതി കൊടുക്കാവൂ. ഭയങ്കര കെട്ടിയിൽ വരച്ചു കൊടുക്കരുത്. അന്നേരം നമ്മുടെ കണ്ണ് ഒന്നും കൂടി ചെറുതായതുപോലെ തോന്നും. എൻ്റെ കുഞ്ഞി കണ്ണാണ്, അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ആണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഇച്ചിരി വലിയ ഉണ്ടക്കണ്ണൊക്കെ ആണെങ്കിൽ ഇത്തിരി നന്നായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ താഴെയും മുകളിലും ഞാൻ ഐലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കാജലിട്ടില്ലേ, കാജൽ വെച്ച് വരച്ചില്ലേ, ആ ഒരു ഭാഗത്തും അതിൻ്റെ പുറത്തുകൂടിയും ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട്, എനിക്ക് അത്യാവശ്യം നല്ല ഐബ്രോസ് ഉണ്ട്, അതുകൊണ്ട് എല്ലായിടവും ഒന്നും ഞാൻ വരച്ചു കൊടുക്കുന്നില്ല. ആ ഒരു അറ്റ ഭാഗത്ത് എനിക്ക് രോമമില്ല, അവിടെ മാത്രം ഹെയർ ഇല്ലാത്ത ആ ഒരു ഭാഗത്ത് മാത്രം ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഐബ്രോ പെൻസിൽ ഏതാണെന്ന് എനിക്കറിയത്തില്ല, അതും ഞാൻ കുറേ നാളായി വാങ്ങിയിട്ട്. ഈ ലിപ്സ്റ്റിക്ക് അത് തന്നെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായിട്ടോ. എൻ്റെ കയ്യിൽ ആകെയുള്ളൊരു ലിപ്സ്റ്റിക്ക് ഇത് മാത്രമാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഷെയ്ഡായതുകൊണ്ട് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് കണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. പിന്നെ ഒരു കാര്യം കൂടി മറന്നുപോയി, നമ്മുടെ പൗഡർ. ഇതില്ലാതെ എന്തോണം. അപ്പം ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും പൗഡർ യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷേ അത്യാവശ്യത്തിന് യൂസ് ചെയ്യും. നന്നായിട്ട് ഒന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻചാൻഡറിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. സാധാരണക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ്. വലിയ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മെയിനായിട്ട് സ്കിൻ കെയർ തന്നെ. പിന്നെ ഞാൻ സാരി എടുക്കുന്നുണ്ട്. സാരി അല്ല കേട്ടോ, സെറ്റുമുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഞാൻ ഉടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തായിരുന്നു. അത് അപ്ലോഡ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇത് 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നതെന്ന്. അപ്പം കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ സെറ്റുമുണ്ട് ഉടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. അന്ന് ചെയ്ത മേക്കപ്പ് തന്നെ, അന്ന് മേക്കപ്പ് ലുക്ക് ഞാൻ വേറൊരു ദിവസം ഇടാമെന്നും പറഞ്ഞ് വെച്ചിരുന്നതാണ്. സിമ്പിളായിട്ടൊന്ന് ഹെയർ കെട്ടി കൊടുക്കുന്നുണ്ട്. മുടി സൈഡിൽ നിന്ന് വകന്നെടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇച്ചിരി മുടി എടുത്ത് ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് പുറകിൽ വെച്ച് ടിക് ടാക്ക് വെച്ചൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കെയറിലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെറ്റ് കെയറിലുള്ളവർ അത്യാവശ്യം മുടിയെടുത്ത് ഫ്രണ്ടിലോട്ട് ഇടണം കേട്ടോ. അന്നേരം നെറ്റ് കയറിയത് അധികം അറിയത്തില്ല, നമുക്കൊരു ഭംഗിയായിരിക്കും. പിന്നെ അതേ പൂ വെച്ച് കൊടുക്കുന്നുണ്ട്. മുല്ലപ്പൂ ഇട്ടില്ല, പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഈ പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ളത് നല്ലൊരു ഭംഗി. അത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കായിരിക്കും നമുക്ക്. അതിന് 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കമ്മലിടുന്നുണ്ട്. ഒരു
ഗോൾഡിൻ്റെ ജിമിക്കാണ് കേട്ടോ. അത്യാവശ്യം വലിയ കമ്മലാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ജിമിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാലയല്ല, ഒരു ചോക്കർ ടൈപ്പ് ഒരു മാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൂ. ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല നല്ല അടിപൊളി ഒരു മാല, കുറേ നാളുകൊണ്ട് ഇതിൻ്റെ കയ്യിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മാല ഇട്ട് കൊടുത്തു. പിന്നെ മെയിനായിട്ട് വേണ്ടുന്ന സാധനം ട്രഡീഷണലായിട്ട് ഒരുങ്ങുമ്പോൾ കുപ്പിവളയല്ലേ. കുപ്പിവള ഇല്ലാതെ എന്തോ ആണല്ലേ. അപ്പോൾ അതേ നമ്മൾ ചുവപ്പ് കുപ്പിവളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കുപ്പിവള എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഞാൻ കുപ്പിവള മേടിക്കും. അപ്പം ബ്ലൗസിന് മാച്ചായിട്ടാണ് കേട്ടോ റെഡ് തന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ മറ്റേ കൈ ഞാനൊന്നും ഇടുന്നില്ല, കൈ ചെയിൻ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ ആ ചെയിൻ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു.